ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ C++ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന പാഠം നമ്മൾ തുടങ്ങിയിരുന്നു. അതിലെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റുകൾ, ഇഫിന്റെ വിവിധ രൂപങ്ങൾ, ഫോർമാറ്റുകൾ നമ്മൾ കണ്ടു അല്ലേ. നമുക്ക് LC ഫ്ലാഡർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഒന്നുകൂടി, അല്ലെങ്കിൽ LC ഫ്ലാഡറിന്റെ മറ്റൊരു പ്രോഗ്രാം നമുക്കൊന്ന് കണ്ടാലോ. നിങ്ങൾ ഒരു പ്രോഗ്രാമിൽ ഒരു നമ്പർ 1 മുതൽ 7 വരെയുള്ള നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇൻപുട്ട് ആയിട്ട് നമ്മൾ യു ആർ ഗോയിങ് ടു ഗിവ് നമ്പർ ബിറ്റ്വീൻ 1 and 7. ഇതിന് കറസ്പോണ്ടിങ് ടു ദാറ്റ് ഡിജിറ്റ്, ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ദ ഡേ ഓഫ് ദ വീക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതായത് 1 ആണെങ്കിൽ സൺഡേ, 2 മൺഡേ, 3 ട്യൂസ്ഡേ, അങ്ങനെ. when it is 7 you have to get the output as Saturday. ഇനി മറ്റേതെങ്കിലും ഒരു ഡിജിറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഷുഡ് ബി റോങ് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻവാലിഡ് ഇൻപുട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഒരു കണ്ടീഷൻ പോരാ, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ LC ഫ്ലാഡർ ആണ് നമ്മൾ സ്വാഭാവികമായിട്ടും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡേ എന്ന് പറയുന്ന ഒരു വാല്യൂ റീഡ് ചെയ്യും, സീൻ ഗ്രേറ്റർ ദാൻ ഡേ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അറിയാം ഏകദേശം. ഒരു പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കേണ്ട ലൈനുകളൊക്കെ നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡേ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോംപ്റ്റ് മെസ്സേജ് കൊടുക്കുക. അതായത് സീൻ ഗ്രേറ്റർ ദാൻ ഡേ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇൻപുട്ട് നമ്മൾ ചെയ്യുന്നു, ഡാറ്റ ഇൻപുട്ടായി. ഇനി ആ ഒരു വാല്യൂ, അതായത് ഡേന്റെ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 1, കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. ഒരു സിംഗിൾ ഈക്വൽ ടു ഇട്ടാൽ പോരെ, ഡബിൾ ഈക്വൽ ടു വേണം. ആണെങ്കിൽ വാട്ട് ഇസ് ദ ഓപ്ഷൻ, വാട്ട് ഇസ് ദ റിസൾട്ട്? സി ഔട്ട് സൺഡേ. അപ്പൊ അവിടെ തീരുന്നില്ല. എൽസ് ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 2, 2 ആണെങ്കിലോ അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് എന്താണ്? ട്യൂസ്ഡേ എന്നാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ വി ഗിവ് ദ സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് ട്യൂസ്ഡേ. കണ്ടിന്യൂ ലൈക്ക് ദിസ്. എൽസ് ഇഫ് ഡേ ഈസ് ഈക്വൽ ടു 7, സി ഔട്ട് സാറ്റർഡേ. എൽസ്, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, അവസാനത്തെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോഴും നമുക്ക് ഫാൾസ് ആണ് കിട്ടുന്നതെങ്കിൽ വി ഡിസ്പ്ലേ ദ മെസ്സേജ് യൂസിങ് സി ഔട്ട് സ്റ്റേറ്റ്മെന്റ്. സി ഔട്ട് ലെസ് ദാൻ ഇൻവാലിഡ് ഇൻപുട്ട് അല്ലെങ്കിൽ റോങ് ഇൻപുട്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ C++ പ്രോഗ്രാമിലെ മെയിൻ ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി കർലി ബ്രേസും കൂടെ കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് യു ഇൻപുട്ട് എനി ഓഫ് ദ ഡേ ആൻഡ് 1 to 7 വരെയുള്ള ഏതെങ്കിലും ഡിജിറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഡേയുടെ പേര് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ C++ലെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുകൾ ഇഫ് മാത്രമല്ല ഉള്ളത്, സ്വിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൊല്യൂഷനാണിത്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡേ റീഡ് ചെയ്യുന്നത് വരെ സെയിം ആണ്, മാറ്റമൊന്നുമില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് നമ്മൾ സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ സ്വിച്ച് ബ്രാക്കറ്റിൽ ഡേ എന്ന് കൊടുത്തു. അതിനുശേഷം പല കേസുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. കേസ് 1 ആണെങ്കിൽ സൺഡേ, ഒരു ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. കേസ് 2 ആണെങ്കിൽ മൺഡേ ബ്രേക്ക്. കേസ് 3 ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കേസ് 3, കേസ് 4, കേസ് 5, കേസ് 6, കേസ് 7 വരെ എഴുതി. കേസ് 7 ആണെങ്കിൽ സി ഔട്ട് സാറ്റർഡേ എന്ന് ഡിസ്പ്ലേ ചെയ്തു. അതിനുശേഷം ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഈ LC ഫ്ലാഡറിനകത്ത് എൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരു ലാസ്റ്റ് ഭാഗം വന്നേക്കുന്നത് ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം. അവിടെ നമ്മൾ റോങ് ഇൻപുട്ട് എന്ന് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ക്ലോസ് ചെയ്തു യൂസിങ് എ ക്ലോസിംഗ് ബ്രേസ്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ 0 കൊടുത്തതിന് ശേഷം പ്രോഗ്രാമും ടെർമിനേറ്റ് ചെയ്തു. ഈ പ്രോഗ്രാമും നേരത്തെ എഴുതിയ അതേ പ്രോഗ്രാം തന്നെയാണ് യൂസിങ് എ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിന് പറയുന്ന പേരാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ just look at the syntax of the switch statement. Switch expression. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആവാം,
അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് എക്സ്പ്രഷൻ ആവാം. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ കേസ് കോൺസ്റ്റന്റ്, ഓരോ കോൺസ്റ്റന്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏത് കോൺസ്റ്റന്റുമായിട്ടാണോ മാച്ച് ആവുന്നത് ആ സെക്ഷൻ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സിന്റാക്സ് ഗോസ് ലൈക്ക് ദിസ്: switch expression, then open a curly brace, case constant 1 statement block, then you have a break statement there. I will tell you the significance of the break statement later. അത് കേസ് കോൺസ്റ്റന്റ് 2 അല്ലെങ്കിൽ വാല്യൂ 2 നോക്കാൻ വേണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 ബ്രേക്ക് എക്സെട്ര എക്സെട്ര എത്ര കേസുകളുണ്ടോ അത്രയും കേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. കേസ് കോൺസ്റ്റന്റ് n-1 n-1th കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്തു, സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n-1. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഈ ഒരു കേസ് ആയിട്ട് മാച്ച് ആവുന്നില്ല എങ്കിൽ ആ ലാസ്റ്റ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഡിഫോൾട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n അത് സ്വിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുന്നു കേളി ബ്രേസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ഇതൊരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എൽസ് ഇഫ് ലാഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് എന്ന് പറയുന്നത്. വെൻ യു ഹാവ് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ടു ഇവാലുവേറ്റ് യു ക്യാൻ യൂസ് ദിസ്. പക്ഷേ ദർ ഇസ് സം റിക്വയർമെന്റ് ദാറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇഫ് യു വാണ്ട് ടു യൂസ് സ്വിച്ച്. സ്വിച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്യൂട്ടബിലിറ്റി ആൻഡ് റിക്വയർമെന്റ് ഉണ്ട്. എല്ലാ എൽസ് ഇഫ് ലാഡർ പ്രോഗ്രാമുകളെയും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സ്വിച്ച് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് എപ്പോഴാണ് സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്? സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ വെൻ ക്യാൻ യു യൂസ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്? 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൽസ് ഇഫ് ലാഡറിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസ് ഇൻവോൾവിംഗ് ഓൺലി ഇക്വാളിറ്റി ഓപ്പറേഷൻ. നമ്മൾ എൽസ് ഇഫ് ലാഡറിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലെസ് ദാനോ ഈക്വൽ ടു ഒക്കെ കമ്പയർ ചെയ്യാം. അങ്ങനത്തെ കമ്പാരിസൺ ഒന്നും ഇവിടെ പറ്റില്ല. ഈക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് വരുന്ന പ്രോഗ്രാമുകൾ മാത്രമേ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ കണ്ടീഷന്റെ ഇടത് സൈഡിലെ നമ്മൾ കണ്ടീഷൻ ഡേ ഈസ് ഈക്വൽ ടു 1, ഡേ ഈസ് ഈക്വൽ ടു 2, അതാണ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് സെയിം വേരിയബിൾ ആയിരിക്കണം. എല്ലാ കണ്ടീഷൻസിലും LHS എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സെയിം വേരിയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സെയിം എക്സ്പ്രഷൻ ആയിരിക്കണം. അപ്പൊ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി സെയിം വേരിയബിൾ. മൂന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കണ്ടീഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇന്റീജർ കോൺസ്റ്റന്റുകളായിരിക്കണം അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റുകളായിരിക്കണം. നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ട് അവിടെ കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഇന്റീജർ കോൺസ്റ്റൻസോ ക്യാരക്ടർ കോൺസ്റ്റൻസോ ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ കേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കേസുകൾ കൊടുക്കില്ലേ, ആ കേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഐദർ ഇന്റീജർ കോൺസ്റ്റന്റ് ഓർ ക്യാരക്ടർ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് എൽസ് ഇഫ് ലാഡറിലെ കണ്ടീഷൻസിന്റെ വലത് സൈഡിൽ എപ്പോഴും ക്യാരക്ടർ കോൺസ്റ്റന്റോ ഇന്റീജർ കോൺസ്റ്റന്റോ വരുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ മാത്രമേ നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് പല പ്രോബ്ലംസ് എൽസ് ഇഫ് ലാഡറിൽ എഴുതിയ പ്രോഗ്രാമിനെ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറയും. അതുപോലെ അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു പ്രോഗ്രാമിന്റെ സെഗ്മെന്റിനെ നമുക്ക് എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻസ് അല്ലെങ്കിൽ റിക്വയർമെന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമുക്കൊരു കൺവേർഷൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു പ്രോഗ്രാം സെഗ്മെന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കളർ കോഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ റീഡ് ചെയ്യുന്നു. CN സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് കളർ കോഡ് റീഡ് ചെയ്യുന്നത്. ഇനി ഈ എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ഇഫ് കളർ കോഡ് ഈസ് ഈക്വൽ ടു R, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. R എന്ന് പറയുന്നത് സിംഗിൾ കൊട്ടേഷനിലായിരിക്കണം. സി ഔട്ട് റെഡ് കളർ. ഇനി അതല്ലെങ്കിലോ, അപ്പൊ നമ്മൾ അടുത്ത ഇത് കണ്ടീഷനിലേക്ക് പോകുന്നത് എൽസ് ഇഫ് കളർ കോഡ് ഈസ് ഈക്വൽ ടു G, സി ഔട്ട് ഗ്രീൻ കളർ. എൽസ് ഇഫ് കളർ കോഡ് ഈസ് ഈക്വൽ ടു B, സി ഔട്ട് ബ്ലൂ കളർ. എൽസ് ഇൻവാലിഡ് കളർ കോഡ്, അതായത് സി ഔട്ട് ഇൻവാലിഡ് കളർ കോഡ്. ഇതാണ് നമ്മുടെ
പ്രോഗ്രാം സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഭാഗമേ ഉള്ളൂ, പ്രോഗ്രാമിന്റെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യണം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റണം. നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റാം, കാരണം കണ്ടീഷൻസ് എന്ന് പറയുന്ന ഇക്വാളിറ്റി ടെസ്റ്റിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ. അതല്ലേ കണ്ടീഷന്റെ 3 കണ്ടീഷനാണ് അവിടെ വന്നിരിക്കുന്നത്. 3 കണ്ടീഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കളർ കോഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് വന്നിരിക്കുന്നത്. വലത് സൈഡിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ്. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പം കൺവേർട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി 3 കണ്ടീഷൻസ് നമ്മൾ എഴുതി വെക്കുക. 3 കണ്ടീഷനും കോമൺ ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളർ കോഡ് എന്നാണ് വന്നേക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ബ്രാക്കറ്റിലിടുക. സ്വിച്ച് എന്ന് കഴിഞ്ഞിട്ട് ഈ എക്സ്പ്രഷൻ ആണ് വരേണ്ടത്. അപ്പൊ കളർ കോഡ്, സ്വിച്ച് ബ്രാക്കറ്റിൽ കളർ കോഡ്. സോ കണ്ടീഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സ്വിച്ച് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇട്ടാൽ മതി. ഇനി അടുത്ത കേസ് ഓർ എ കോൺസ്റ്റന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എത്ര കേസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര കണ്ടീഷൻ ഉണ്ടോ അത്രയും കേസുകൾ അവിടെ ഉണ്ടാവും. ഏതൊക്കെയാണ് കണ്ടീഷൻസ്? കളർ കോഡ് ഈസ് ഈക്വൽ ടു ആർ, കളർ കോഡ് ഈസ് ഈക്വൽ ടു ജി, കളർ കോഡ് ഈസ് ഈക്വൽ ടു ബ്ലൂ, ബി. ഇതാണ് 3 കണ്ടീഷൻസ്. ആ 3 കണ്ടീഷന്റെ വലത് സൈഡിലുള്ള വാല്യൂസ് ആർ, ജി, ബി. അപ്പൊ അതാണ് നമ്മൾ കേസിന്റെ കോൺസ്റ്റന്റ് ആയിട്ട് വരിക. കേസ് ആർ, കേസ് ജി, കേസ് ബി. ഇനി കേസ് ആർ എന്ന് പറയുന്ന ആ ഒരു കേസിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ ഈ ഇഫ് കളർ കോഡ് ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞിടത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പൊ സി ഔട്ട് റെഡ് കളർ. ഇവിടെ നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ആഡ് ചെയ്യണം. ഓരോ സെക്ഷനിലും ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കൂടെ ആഡ് ചെയ്യാം. അപ്പൊ കേസ് ജി സി ഔട്ട് ഗ്രീൻ കളർ ബ്രേക്ക്, കേസ് ബി സി ഔട്ട് ബ്ലൂ കളർ ബ്രേക്ക്. ഡിഫോൾട്ട് അവിടെ എൽസ് ഇൻവാലിഡ് കളർ കോഡ് എന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്ത് എഴുതും? ഡിഫോൾട്ട് എന്ന് എഴുതും. ഡിഫോൾട്ട് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് ബ്ലോക്കിൽ സി ഔട്ട് ഇൻവാലിഡ് കോഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് കളർ കോഡ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എൽസ് ഇഫ് ലാഡർ എന്നുള്ള കൺവേർഷനിലേക്ക് വരുമ്പോൾ, സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പിന്നെ ഇഫും ഇല്ല എൽസും ഇല്ല ഒന്നുമില്ല. ഇവിടെ സ്വിച്ച് മാത്രമേ ഉള്ളൂ, സ്വിച്ചും കേസും. അപ്പൊ സ്വിച്ച്, കേസ്, ഡിഫോൾട്ട്, ബ്രേക്ക് ഈ 4 വാക്കുകളും കീവേഡുകളാണ്. അവിടെ ഇഫും എൽസ് എന്ന് പറയുന്ന 2 വാക്കുകൾ കീവേഡുകളാണ്. അപ്പൊ അത് 2 ഒഴിവായിട്ട് ഇവിടെ ഈ 4 കീവേഡുകളാണ് പിന്നീട് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് നേരെ തിരിച്ചാണെങ്കിലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് സ്വിച്ചിൽ എഴുതിയ സ്റ്റേറ്റ്മെന്റിനെ ഇഫ് ലാഡറിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇതേ പ്രോഗ്രാമിൽ തന്നെ ചില ഭാഗത്ത് ബ്രേക്കുകൾ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ, അതായത് ആർ എന്ന് പറയുന്ന കേസിൽ സി ഔട്ട് റെഡ് കളർ എന്ന് കൊടുത്ത് ബ്രേക്ക് അവിടെ നിന്ന് ഒഴിവാക്കി. അടുത്ത സെക്ഷനിലുണ്ട് സി ഔട്ട് ഗ്രീൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഉണ്ട്, സി ഔട്ട് ബ്ലൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ടും ബ്രേക്ക് ഉണ്ട്. ഡിഫോൾട്ടിൽ ബ്രേക്ക് ഒഴിവാക്കിയിട്ടുണ്ട്, അവിടെ നിർബന്ധമില്ല ബ്രേക്ക്. എന്തിനാണ് ബ്രേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ടേംസിൽ നമ്മൾ പറയാം, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കൺട്രോൾ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇഫിന്റെ കേസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ആ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ടും കൺട്രോൾ ഇഫ് എൽസ് ഇഫ് ലാഡറിന്റെ പുറത്തേക്ക് പോയിക്കോളും. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കില്ല. ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് കാണുന്നില്ല എങ്കിൽ അടുത്ത സെക്ഷനിലേക്കും കൂടി കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ ഇൻപുട്ട് ആർ എന്ന് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് റെഡ് കളർ എന്നും കിട്ടും, ഗ്രീൻ കളർ എന്നും കിട്ടും. അതിന് കാരണം ഇതാണ്, കളർ കോഡ് എന്ന് പറയുന്ന ആ വേരിയബിളിന്റെ വാല്യൂ ആറുമായിട്ട് മാച്ച് ആയി, ആർ എന്ന് പറയുന്ന കേസുമായിട്ട് മാച്ച് ആയി. അപ്പോൾ സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, റെഡ് കളർന്ന് കിട്ടും. അവിടുന്ന് കൺട്രോൾ പുറത്തേക്ക് പോകുന്നില്ല, അടുത്ത ഒരു സെക്ഷനിലേക്ക് കടക്കും. പിന്നെ കമ്പാരിസൺ ഒന്നുമില്ല, അടുത്ത സെക്ഷനിൽ എന്താണോ ഉള്ളത് ആ സെക്ഷനിലെ കോഡും കൂടി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അവിടെ സി ഔട്ട് ഗ്രീൻ കളർ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് ബ്ലൂ കളർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടില്ല, കൺട്രോള് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ജി ആണെങ്കിൽ ആദ്യത്തെ കേസുമായിട്ട് മാച്ച് ആവില്ല, ആറുമായിട്ട് മാച്ച് ആവുന്നില്ല, അപ്പോൾ അത് എക്സിക്യൂട്ട് ആവില്ല. രണ്ടാമത്തെ കേസുമായിട്ട് മാച്ച് ആവും, ഗ്രീൻ കളർ എന്ന് ഡിസ്പ്ലേ ചെയ്യും, അവിടെ ബ്രേക്ക് വന്നതുകൊണ്ട് കൺട്രോൾ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ട്രാൻസ്ഫർ ആകുന്നു.
ഇനി ബി ആണെങ്കിൽ അതേപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ സപ്പോസ് നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ, ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ബ്ലോക്കിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇറ്റ് ഡസൻ ഗോ ഔട്ട് ഓഫ് ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇപ്പൊ ചില സമയത്ത് നമ്മൾ ബ്രേക്ക് മനഃപൂർവ്വം ഒഴിവാക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഇപ്പോൾ 1, 2, 3 ബ്ലോക്കുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഒഴിവാക്കാം, ബ്രേക്ക് അവിടെ വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. പക്ഷെ കൂടുതൽ പ്രോഗ്രാമുകളിലും ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഒരു റിക്വയർമെന്റ് ആണ്, മസ്റ്റായിട്ട് ചിലപ്പോൾ കൊടുത്തിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെന്റും എൽസ് എഫ് ലാഡറും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എൽസ് എഫ് ലാഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഇത് തമ്മിൽ വ്യത്യാസം വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റും എൽസ് എഫ് ലാഡറും മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൾട്ടി ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ബ്രാഞ്ചുകളിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ എൽസ് എഫ് ലാഡറിൽ 2 വേ ഉപയോഗിച്ചുകൊണ്ടാണ് മൾട്ടി ബ്രാഞ്ചിങ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നതെങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് പല ബ്രാഞ്ചുകളിലേക്ക് ജമ്പ് ചെയ്യുന്നു. സോ ബോത്ത് ആർ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ്. രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവാലുവേറ്റ് കണ്ടീഷൻസ് വിത്ത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഓൺലി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്, സ്വിച്ചിന് ഇക്വാളിറ്റി ഓപ്പറേറ്റർ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൽസ് എഫ് ലാഡർ ആണെങ്കിൽ ഏത് റിലേഷണൽ ഓപ്പറേറ്ററും ഉപയോഗിക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ അവിടെ റിലേഷണൽ എക്സ്പ്രഷൻസോ ലോജിക്കൽ എക്സ്പ്രഷൻസോ ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് കേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അതായത് കേസ് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റന്റ് മസ്റ്റ് ബി ഐദർ ആൻ ഇന്റീജർ കോൺസ്റ്റന്റ് ഓർ എ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഇൻ ദ കേസ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. വേറെ എൽസ് എഫ് ലാഡറിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, അത് റേഞ്ച് ഓഫ് വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടീഷൻസ് ആവാം, ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റന്റുകൾ വരാം. ഇനി നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മാച്ചും സംഭവിക്കുന്നില്ല എങ്കിൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഡിഫോൾട്ട് എന്ന് പറയുന്ന സെക്ഷനിലെ കോഡായിരിക്കും. എൽസ് എഫ് ലാഡറിലാണെങ്കിൽ വെൻ നോ എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ട്രൂ ദ എൽസ് ബ്ലോക്ക് വിൽ ബി എക്സിക്യൂട്ടഡ്. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഇസ് റിക്വയർഡ് ഫോർ എക്സിറ്റ് ഫ്രം ദ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വിച്ചിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നുള്ളൂ, സ്വിച്ചിൽ നിന്ന് കൺട്രോൾ പുറത്തേക്ക് പോകുന്നുള്ളൂ. ഈ എൽസ് എഫ് ലാഡറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ കംപ്ലീഷൻ ഓഫ് എ പർട്ടിക്കുലർ ബ്ലോക്ക് ദ control will be transferred to outside of the else if ladder. In a switch statement is more efficient when the same variable or expression is compared against a set of values for equality. Switch ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ else if ladder എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. വെറൈറ്റി സിറ്റുവേഷനിൽ നമുക്ക് else if ladder യൂസ് ചെയ്യാൻ പറ്റുമോ, സ്വിച്ച് ചില സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. else if ladder കുറച്ചും കൂടി വേഴ്സറ്റൈൽ ആണ്, അല്ലെങ്കിൽ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാം. നമുക്ക് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഓപ്പറേറ്ററുകളെ കുറിച്ച് പഠിച്ചപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, ഒരു ടെർണറി ഓപ്പറേറ്റർ, അതായത് ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളും. ഈ ഒരു ഓപ്പറേറ്റർ ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ഇഫ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 എൽസ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, അതായിരുന്നു ഇഫിന്റെ സിന്റാക്സ് ആണ്, ഇഫ് എൽസിന്റെ സിന്റാക്സ്. അതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ സിന്റാക്സ് ഇതാണ്, നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, then put a question mark. അത് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ഓപ്പറേറ്റർ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇഫ് ട്രൂ, ഫുൾ കോളൻ, സ്റ്റേറ്റ്മെന്റ് ഇഫ് ഫാൾസ്. As we have already seen, this is a ternary operator which needs or which requires 3 operands. അപ്പോൾ ഒന്നാമത്തെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്, രണ്ടാമത്തെ ഓപ്പറൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആവാം. തേർഡ് ഓപ്പറൻഡ് ഈസ് ഓൾസോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്പറൻഡ് ഈ ആദ്യത്തെ ഓപ്പറൻഡ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് കിട്ടുക. അപ്പോൾ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഭാഗമാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സിന്റാക്സ്. ലെറ്റ്സ് കൺസിഡർ ആൻ എക്സാമ്പിൾ. ഈ രണ്ട് നമ്പർ കമ്പയർ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2, ബിഗ് ഈസ് ഈക്വൽ ടു n1, എൽസ് ബിഗ് ഈസ് ഈക്വൽ ടു n2. നമ്മൾ കമ്പയർ ചെയ്യാണ്, n1 ഉം n2 കമ്പയർ ചെയ്യാണ്.
n1 ആണ് n2വിനേക്കാൾ വലുതെങ്കിൽ നമ്മൾ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് n1 അസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ n2 എന്ന് പറയുന്ന വാല്യൂ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇതേ കാര്യം തന്നെ നമുക്ക് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. n1 ഗ്രേറ്റർ ദാൻ n2 ക്വസ്റ്റ്യൻ മാർക്ക് ബിഗ് ഈസ് ഈക്വൽ ടു n1 ഫുൾ കോളൻ ബിഗ് ഈസ് ഈക്വൽ ടു n2. അപ്പൊ അവിടെ കമ്പാരിസൺ ചെയ്യുന്നു. ട്രൂ ആണെങ്കിൽ ബിഗ് ഈസ് ഈക്വൽ ടു n1, ഫോൾസ് ആണെങ്കിൽ ബിഗ് ഈസ് ഈക്വൽ ടു n2 എന്നുള്ള അസൈൻമെന്റ് നടക്കും. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടി നമുക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ഈസ് ഈക്വൽ ടു, അത് കോമൺ ആണല്ലോ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും തേർഡ് സ്റ്റേറ്റ്മെന്റിലും ബിഗ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കോമൺ വരുന്നത് കാരണം അത് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ബിഗ് ഈസ് ഈക്വൽ ടു then start conditional operation n1 greater than n2 question mark n1 full colon n2. അപ്പോൾ n1 n2വിനേക്കാൾ വലുതാണെങ്കിൽ n1 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ട് അസൈൻ ചെയ്യുന്നു? ഈ നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു, ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ ഈ ഇഫ് എൽസിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റർ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. Conditional operator can be used as an alternative to if-else statement. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതും കൺവേർഷൻ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഒരു if-else എക്സ്പ്രഷൻ തന്നിട്ട് അതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഴുതാൻ പറയാം, അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ തന്നിട്ട് if-elseലേക്ക് മാറ്റാൻ പറയാം. സോ ഇഫ് യു നോ ദ ടെക്നിക് യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് സ്കോർ മാർക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമ്മൾ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമതൊരു കാറ്റഗറിയും കൂടി ഉണ്ടായിരുന്നു. ഏതാണ്? ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റുകൾ അഥവാ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. സോ വിൽ see more about these looping statements in the next class. See you in the next class. Thank you very much for watching my class.